ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മിസ് അക്കാഡമി. മിസ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് എന്ന് പറയുന്ന ഒരു പോയാണ്. ഓക്കെ, നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പോയാണ് ഇഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോട് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അല്ലെ. നമ്മൾ ചെറുതായിരുന്നപ്പോൾ തൊട്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഇത്രയും വലുതായിട്ടും, നിങ്ങളിപ്പോ ജസ്റ്റ് +1 എന്താണ് രാവിലെ നിങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയം ചിലപ്പോൾ അച്ഛനോ അമ്മയോ എന്തെങ്കിലുമൊക്കെ പറയും അല്ലെ. അതേപോലെ ഈ ഒരു ചാപ്റ്ററിൽ അച്ഛൻ തന്റെ മകന് കുറച്ച് നിർണായകമായിട്ടുള്ള കുറച്ച് അഡ്വൈസുകൾ കൊടുക്കുകയാണ്. നീ ഇങ്ങനെ ആയാൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. നമ്മൾ ആദ്യം തന്നെ ചാപ്റ്റർ ഡിസ്കഷൻ ആണ്, അതിനുശേഷം നമ്മൾ അപ്രിസിയേഷൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റുഡ്യാർഡ് കിപ്ലിംഗിന്റെ നമ്മുടെ ഇഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, if you can keep your head and when all about you are losing there and blaming it on you. Okay, പറയാണ് if you can, നിനക്ക് സാധിക്കുമെങ്കിൽ, നിനക്ക് എന്തിനു സാധിക്കുമെങ്കിൽ, അതായത് എല്ലാവരും നിന്നെ ബ്ലെയിം ചെയ്യുമ്പോൾ, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, എല്ലാവരും നീയാണ് കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ നിനക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുമെങ്കിൽ നീ അവിടെ ജയിച്ചു. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അവിടെ ജയിച്ചു എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ നീ വിൻ ചെയ്തു എന്നാണ് മീൻ ചെയ്തത്. ഓക്കെ, if you can trust yourself when all men doubt you but make allowance for their doubting too. പറയാണെന്ത്, if you can trust yourself, എല്ലാവരും നിന്നെ ഡൗട്ട്, അതായത് നിന്നെ എല്ലാവരും സംശയിക്കുമ്പോഴും നിനക്ക് നിന്റെ സെൽഫിനെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിനക്ക് നിന്റെ സെൽഫിനെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, നീ അവിടെ ജയിച്ചു. പക്ഷേ ബട്ട് മേക്ക് അലോവൻസ് ഫോർ ദെയർ ഡൗട്ട്സ് ടു, അവര് ഡൗട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു അലോവൻസ്, അതായത് നീയും ചിന്തിച്ചു നോക്കണം, അവർ ഡൗട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയതിന് ശേഷമാണ് നീ എന്ത് ചെയ്യേണ്ടത്, നിന്നെ ട്രസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, if you can wait and not be tired by waiting or being lied about, don't deal in lies. Okay, അപ്പൊ നോക്കാം എന്താണ്, നിനക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതായത് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളുണ്ടാവും, അതിൽ എന്താണ്, നീ ഒട്ടും ടയേർഡ് ആവാതെ നിനക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അത് മാത്രമല്ല സാധിക്കുമെങ്കിൽ നീ ജയിച്ചു. ഓർ ബീയിങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. അപ്പൊ എന്താണ്, നിന്നോട് ആൾക്കാരും നുണ പറയുന്നുണ്ടാവും, പക്ഷെ നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നുണകളെ വെച്ച് നീ ഒരിക്കലും ഡീൽ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഓർ ബീയിങ് ഹേറ്റഡ്, ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ് ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ്. അപ്പൊ പിന്നെ പറയുന്ന കാര്യമാണത്, നിന്നെന്താണ് ഒരുപാട് പേര് വെറുക്കപ്പെടുന്നുണ്ടാവും, നിന്നെ ഒരുപാട് പേര് ഹേറ്റ് ചെയ്യുന്നുണ്ടാവും. ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്, പക്ഷെ നീ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെ വെറുക്കാൻ പാടില്ല, അത് മാത്രമല്ല മറ്റുള്ളവർ വെറുക്കപ്പെടാനുള്ള അവസരം നീ ഉണ്ടാക്കാനും പാടില്ല എന്നുള്ളൊരു മീനിങ് ആണ് ആ സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വേസ്, നീ എന്താണ് ഭയങ്കര എന്താകാൻ പാടില്ല, നീ ഭയങ്കര നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ലുക്കായിട്ട് പുറത്തു പോകാനൊന്നും പാടില്ല. അതായത് ലുക്കായി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യണം ഭയങ്കര നിനക്ക് ഭയങ്കര പേഴ്സണാലിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ നീ എന്താണ് ഭയങ്കര ലുക്കാണെന്നുള്ളത് എന്ത് ചെയ്യണ്ട, മറ്റുള്ളവരെ കാണിക്കണം എന്നില്ല. അതേപോലെ തന്നെ എന്താണ്, നീ സംസാരിക്കുമ്പോൾ നീ ഭയങ്കര വയസ്സാണ്, നീ ഭയങ്കര അറിവുള്ളവനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെ ചെയ്താൽ നീ എന്താവും, നീ ലൈഫിൽ സക്സസ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോവാം. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. ഓക്കെ, പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രീം ചെയ്യാൻ, സ്വപ്നം കാണാൻ പറ്റും, പക്ഷെ സ്വപ്നങ്ങളെ ഒരിക്കലും നീ എന്ത് ചെയ്യാൻ പാടില്ല, നിന്റെ തലവനാക്കാൻ പാടില്ല, മാസ്റ്റർ ആക്കാൻ പാടില്ല, അതായത് സ്വപ്നത്തിൽ ജീവിക്കാൻ പാടില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്വപ്നം കണ്ടതുപോലെ നടക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ സ്വപ്നവും ലൈഫും വേറെ വേറെയാണ്. പക്ഷെ സ്വപ്നത്തിന് പിന്നാലെ ഒരിക്കലും പോകാൻ പാടില്ല. അല്ല, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് നേടിയെടുക്കുക, അല്ലാതെ നടക്കാൻ പറ്റാത്ത ഒരു സ്വപ്നത്തിന് പിന്നാലെ നമ്മൾ പോയിട്ട് കാര്യമില്ല എന്നാണ് മീൻ ചെയ്തത്. ഓക്കെ, if you can think and not make thoughts your aim. പിന്നെ പറയണത്, നിനക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, പക്ഷേ നിന്റെ ആ ചിന്തകളാവരുത് നിന്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ലൈഫിൽ ബാഡ് ആയിട്ടുള്ള ചിന്തകളും ഗുഡ് ആയിട്ടുള്ള ചിന്തകളും ഉണ്ടാവും. അപ്പൊ എന്താണ്, ചിലപ്പോൾ ഒരു ബാഡ് ആയിട്ടുള്ള ചിന്ത മനസ്സിൽ വന്ന് അത് നിന്റെ ലക്ഷ്യമാക്കി നീ യാത്ര ചെയ്യരുത്, ജീവിതത്തിൽ നീ യാത്ര ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, if you can meet with triumph and disaster and treat those two imposters just the same. പിന്നെ പറയുന്ന കാര്യമാണെന്ത്, നീ എന്ന ലൈഫിൽ ട്രയംഫ്, വിജയവും അതേപോലെ തന്നെ ഡിസാസ്റ്റർ, ദുരിതവും നീ എന്ത് ചെയ്യും, ഫേസ് ചെയ്യും. ഓക്കെ, ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ആ രണ്ട് ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കപടം എന്നാണ്. അതായത് ആ രണ്ടും എന്താണ്, രണ്ടിനും നീ എന്ത് ചെയ്യണം, ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം. അതായത് എന്ത് ചെയ്യണം, ഡിസാസ്റ്റർ വരുമ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ എന്താണ്, വിജയം വരുമ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, if you can bear to hear the truth you have spoken, twisted by news to make a trap for fools. പറയാണെന്ത്,
നിനക്ക് നീ പറയുന്ന കാര്യത്തിൽ നിനക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ജയിച്ചു. പക്ഷെ നിന്നെ എന്താണ് നിന്നെ കേവ്സ്, അതായത് നിന്നെ എന്താണ് കെട്ടിമുറുക്കാൻ പറ്റിയ കുറെ അധികം ആൾക്കാരെ എന്താണ് നിനക്ക് ചുറ്റും ഉണ്ടാവും. നിന്നെ നുണകൾ കൊണ്ട് എന്താണ് കെട്ടിമുറുക്കാൻ പറ്റിയ കുറെ അധികം ആൾക്കാർ നിനക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷെ അതിലൊന്നും അകപ്പെടാതെ നീ എന്ത് ചെയ്യണം, നീ പറഞ്ഞ കാര്യത്തിൽ നീ ട്രസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഓർ വാച്ച് ദ തിങ്സ് യു ഗിവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് അപ്പ് വിത്ത് ദ വോൺ ഔട്ട് ടൂൾസ്. പിന്നെ പറയുന്ന കാര്യമാണത്, നീ ചിലപ്പോൾ നിന്റെ ലൈഫിൽ നീ നേടിയെടുത്തല്ല നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. നീ ബിൽഡ് ചെയ്തെടുത്ത, നീ അത്രയും നാളെ സെറ്റപ്പ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ അവിടെ നീ തകർന്നു പോകരുത്. പകരം നീ എന്ത് ചെയ്യണം, നിന്റെ ആയ വോൺ ഔട്ട് ടൂൾസ്, നീ യൂസ് ചെയ്തിരുന്ന ആ ഒരു ടൂൾസ് വെച്ച് നീ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, if you can make one heap of all your winnings and risk it on one turn of pitch and toss. പറയണത്, നീ നിന്റെ ലൈഫിലുള്ള എല്ലാ വിന്നിങ്സ്, എല്ലാ വിജയം ഒരു ഹീപ്പ്, ഒരു കൂമ്പാരമായി കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. പിച്ച് ആൻഡ് ടോസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പൊ ഈ ഒരു പിച്ച് ആൻഡ് ടോസിൽ എന്താണ്, ചിലപ്പോൾ അത് നിനക്ക് റിസ്ക് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. റിസ്ക് ചെയ്യേണ്ടി വന്നാലും നീ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ തളർന്നു പോകാൻ പാടില്ല. നിന്റെ ജീവിതത്തിൽ മൊത്തം വിന്നിങ്സ് അവിടെ നഷ്ടപ്പെട്ടു പോയാലും നീ എന്ത് ചെയ്യാൻ പാടില്ല, തളർന്നു പോകാൻ പാടില്ല. ആൻഡ് ലോസ് ആൻഡ് സ്റ്റാർട്ട് അഗൈൻ അറ്റ് യുവർ ബിഗിനിങ്സ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നീ അതിൽ എന്താണ്, നീ അത്രയും വലിയ നിന്റെ നാളത്തെ അത്രയും വിന്നിങ്സ് ഒക്കെ എന്താണ് നീ കൂമ്പാരം പോലെ കൂട്ടി വെച്ചിട്ട് നീ അതിൽ എന്താണ് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരു പിച്ച് ആൻഡ് ടോസിൽ നീ തകർന്നു പോയാൽ നീ എന്ത് ചെയ്യണം, നീ രണ്ടാമത് വീണ്ടും ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. അതിനുശേഷം നീ എന്ത് ചെയ്യാൻ പാടില്ല, നിന്റെ ആ ലോസിനെ പറ്റി, നിന്റെ ആ ഒരു പരാജയത്തിനെ പറ്റി ഒരു വേർഡ് പോലും നീ ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബ്രീത്ത് ചെയ്യാൻ കൂടി നീ പാടില്ല. നിന്റെ ശ്വാസത്തിൽ പോലും എന്ത് വരാൻ പാടില്ല, നിന്റെ ആ ലോസ് ഉണ്ടായി, ലൈഫിൽ അങ്ങനത്തെ ഒരു ലോസ് ഉണ്ടായി എന്നുള്ളൊരു കാര്യം ശ്വാസത്തിൽ പോലും വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, if you can force your heart and nerve and sinner to serve your turn long after they are gone. ഓക്കെ, പറയാണെന്ത്, നിനക്ക് നിന്റെ ലൈഫിലെല്ലാം നീ നേടിയെടുത്തത് എന്തുകൊണ്ടാണ്, നിന്റെ ആ ഒരു നെർവ് സിസ്റ്റം എല്ലാം കൊണ്ടാണ് നീ നേടിയെടുത്തത്. ഓക്കെ, അപ്പൊ എന്താണ്, അതെല്ലാം പോയാലും ഇതെല്ലാം നിന്റെ കൂടെ, നിന്റെ ലൈഫിലുള്ള വിന്നിങ്സ് എല്ലാം പോയാലും എന്തുണ്ട്, നിന്റെ ഹേർട്ടും കാര്യങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ട്. അതെല്ലാം കൊണ്ട് നീ നേടിയെടുക്കണം, വീണ്ടും നീ നേടിയെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഈസ് നത്തിങ് ഇൻ യു expect the will which says to them hold on. അപ്പൊ പറയാണെന്ത്, ചിലപ്പോൾ നിന്റെ ലൈഫിൽ നിനക്ക് ഒന്നും ഉണ്ടാവില്ല, നിന്റെ ലൈഫിൽ നിന്ന് എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും നീ എന്താണ് ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. പാരഗ്രാഫ് അല്ല, സ്റ്റാൻസ. If you can talk with crowds and keep your virtue or walk with kings nor lose the common touch. അപ്പൊ എന്താണ്, നിനക്ക് ക്രൗഡിന്റെ ഇടയിൽ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിനക്ക് എന്താണ് ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കീപ് യുവർ വെർച്യു ഓർ വാക്ക് വിത്ത് കിങ്സ്. അതായത് നിനക്ക് എന്താണ്, നിനക്ക് ക്രൗഡിന്റെ ഇടയിലൂടെ കിങ്സിന്റെ, നിനക്ക് അപ്പൊ എന്താണ്, നീ വിജയം കൈവച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ക്രൗഡിനോടും ജനങ്ങളോടും അതേപോലെ തന്നെ എന്താണ് കിങ് രാജാവിനോടും എന്ത് ചെയ്യേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. പക്ഷെ അപ്പോഴും രാജാവിനായിട്ട് സംസാരിക്കുമ്പോഴും നീ എന്ത് ചെയ്യാൻ പാടില്ല, ക്രൗഡിനായിട്ടുള്ള ഒരു കോമൺ ടച്ച് നീ കളയാൻ പാടില്ല. നീ ഇപ്പൊ എന്താണ്, നീ ഇവിടെ നീ ഒരു ചെറിയ തട്ടിന്ന് വളർന്നു വന്നവനാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നീ വളർന്നു വലുതായാലും മറ്റുള്ളവരെ മറക്കാൻ സാധാരണക്കാരായ ആൾക്കാരെ മറക്കാൻ പാടില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, if neither foes nor loving friends can hurt you, if all men count with you but none too much. ഓക്കെ, നോക്കാം. അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് എനിമി. അപ്പൊ നിന്റെ എനിമി ആയാലും നിന്റെ ഫ്രണ്ട്സ് ആയാലും നിന്നെ ഹേർട്ട് ചെയ്യാം. ചിലപ്പോ നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും, എനിമിനേലും കൂടുതൽ നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും നിന്നെ ഹേർട്ട് ചെയ്യണത്. അപ്പൊ എനിമി ആയാലും ഫ്രണ്ട്സ് ആയാലും നിന്നെ ഹേർട്ട് ചെയ്യാം. If all men count with you but not too much, if you can fill the unforgiving minute with 60 seconds worth of distance run. Okay, പിന്നെ പറയുന്ന കാര്യമാണെന്ത്, നീ എന്ത് ചെയ്യണം, നിന്നോട് ആരെന്ത് തെറ്റിയതാലും നീ എന്ത് ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കണം, നീ അതിനെ ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു സഹനശക്തി നീ കാണിക്കണം. അത് മാത്രമല്ല എന്താണ്, ഒരു മിനിറ്റ് 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്ന ഒരു മിനിറ്റ് ആണ്. അതായത് ഇവിടെ റൺ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്, വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യണത്, അതായത് ഓട്ടക്കാർക്കാണ് കൂടുതലായിട്ട് എന്തറിയാൻ പറ്റുക, ഒരാൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് എന്തോരം കാര്യങ്ങൾ കൈവരിക്കും എന്ന് അറിയാൻ പറ്റുന്ന കൂടുതൽ ആർക്കാണ്, അത്ലറ്റ്സിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് അത്, നീ എന്താ ഡിസ്റ്റൻസ് റണ്ണേഴ്സ്, അതായത് ഒരാള് ഓട്ട മത്സരത്തിന് എങ്ങനെയാണോ ഒരു നിമിഷം അവര് യൂസ് ചെയ്തത് അതേപോലെ നീ എന്ത് ചെയ്യണം, ആ ഒരു 60 സെക്കൻഡ് 1 മിനിറ്റ് ആയാലും നിന്റെ ലൈഫിൽ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. യുവേഴ്സ് ഈസ് ദ എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഈസ് ഇൻ ഇറ്റ്.
which is more you will be a man my son. പറയണത് ഈ ഒരു ലോകം മൊത്തം നിന്റെതാണ്, ഈ ഒരു ഭൂമി മൊത്തം നിന്റെതാണ്, അപ്പൊ എന്താ നീ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു പോയം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് മോട്ടിവേഷൻ ആണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കിട്ടുന്നത്. നമുക്കിനി നേരെ ഈ ഒരു പോയത്തിന്റെ അപ്രീസിയേഷനിലോട്ട് പോവാം. ഓക്കെ, നോക്കിക്കോളൂ. Rudyard Kipling's poem If is a guide for living a good life. റുഡ്യാർഡ് കിപ്ലിങ്സിന്റെ പോയമായിട്ടുള്ള ഇഫ് എന്താണ്, നമുക്ക് ഒരു ഗുഡ് ലൈഫ് ലീഡ് ചെയ്യുന്നതിന് എന്താണ് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു പോയമാണ്. It teaches us what it means to be great and how to become a better person. Okay, അപ്പൊ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, എങ്ങനെ ലൈഫിൽ ഗ്രേറ്റ് ആവാം, അതുപോലെ തന്നെ എങ്ങനെ ലൈഫിൽ ഒരു ബെറ്റർ പേഴ്സൺ ആവാം എന്നുള്ളതാണ് ഈ ഒരു പോയം നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, the poem is a father's advice to his son on how to handle life's challenges. ഓക്കെ, അപ്പൊ ഈ ഒരു പോയത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ഫാദറിന്റെ അഡ്വൈസ് ആണ്. ഫാദർ ആരോടാണ് അഡ്വൈസ് ചെയ്യുന്നത്, സണ്ണിനോടാണ് അഡ്വൈസ് ചെയ്യുന്നത്. എന്താണ് അഡ്വൈസ് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിലുള്ള ചലഞ്ചസ് ഒക്കെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നാണ് ഇതിൽ അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. He tells his son to stay calm when blamed, trust himself when doubted and be patient. പറയാ, അപ്പൊ അദ്ദേഹം എന്താണ് മകനോട് പറയാണെന്ത്, ആൾക്കാർ നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴും അതേപോലെ തന്നെ എന്താണ് നിനക്ക് നിന്റെ സെൽഫിനെ തന്നെ എന്താണ് നിന്നെ ആൾക്കാരെ ഡൗട്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ എന്താണ് ആൻഡ് ബി പേഷ്യന്റ്. അപ്പൊ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നിന്നെ ബ്ലെയിം ചെയ്യുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, നിന്നെ ഡൗട്ട് ചെയ്യുമ്പോൾ നീ നിന്റെ സെൽഫിനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, നീ എന്താ പേഷ്യന്റ് ആയിട്ട് നിന്റെ സെൽഫിനെ തന്നെ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. He should not understand other and not follow lies. പിന്നെ പറയുന്ന കാര്യമാണ്, നീ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ എല്ലാവരെയും മനസ്സിലാക്കണം, അത് മാത്രമല്ല ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നുണകളെ ഫോളോ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് പിന്നെ പറയുന്നത്. ഓക്കെ, the father advises his son to face success and failure equally and not get too proud or disappointed. ഓക്കെ, അപ്പൊ ഫാദർ എന്താണ് മകനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞാണ് അഡ്വൈസ് ചെയ്യുന്നത്, ടു ഫേസ് സക്സസ് ആൻഡ് ഫെയിലിയർ ഈക്വലി. അതായത് വിജയവും പരാജയവും നീ എന്ത് ചെയ്യണം, ഒരേപോലെ തന്നെ നേരിടണം. ഒരു വിജയം ഉണ്ടായാലും പരാജയം ഉണ്ടായാലും നീ എന്ത് ചെയ്യണം, ലൈഫിൽ അതിനെ ഒരേപോലെ തന്നെ നേരിടണം. ആൻഡ് നോട്ട് ഗെറ്റ് ടു പ്രൗഡ് ഓർ ഡിസപ്പോയിന്റഡ്. നീ എന്ത് ചെയ്യാൻ പാടില്ല, ഭയങ്കര പ്രൗഡ് ആവാനും പാടില്ല, ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവാനും പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. He should work hard, take risk and never give up. നീ എന്ത് ചെയ്യണം, ഒരുപാട് വർക്ക് ചെയ്യണം, നീ ലൈഫിൽ ഒരുപാട് റിസ്കുകൾ എടുക്കണം, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, if he follows this principles he will be a successful person. പിന്നെ പറയുന്ന കാര്യമാണ്, നീ എല്ലാ ഈ ഒരു പ്രിൻസിപ്പിൾസ് എല്ലാം നീ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്താവും, നീ ലൈഫിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവും എന്നാണ് പിന്നെ പറയുന്ന ഒരു കാര്യം. The poem has a positive tone and uses simple language. ഈ ഒരു പോയത്തിന് ഒരു പോസിറ്റീവ് ടോൺ ആണുള്ളത്, അതിൽ എന്താണ് സിമ്പിൾ ലാംഗ്വേജ് ആണ് എല്ലാത്തിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, the message is clear, having good qualities like patience, confidence and hard work will make you a better person. അപ്പൊ ഇതിലെ കോർ മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു പേഷ്യൻസ് ഉണ്ടാവുന്നതും നല്ല ക്വാളിറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ്, കോൺഫിഡൻസ്, ഹാർഡ് വർക്ക്, ഇതെല്ലാം നമ്മൾ എന്തായിരിക്കും ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റുമെന്നാണ് പറയുന്നത്. If is a lyrical with if is a lyrical with 4 stanzas. അതായത് ഈ റിഫ് എന്ന് പറയുന്ന പോയ എന്താണ്, ഇതൊരു ലിറിക്കൽ പോയാണ്, ഏകദേശം 4 സ്റ്റാൻസകളാണ് ഇതിലുള്ളത്. ഓക്കെ, ഈ സ്റ്റാൻസാസ് കൺസിസ്റ്റ് 8 ലൈൻസ്. നിങ്ങൾക്ക് ഓരോ സ്റ്റാൻസകൾ എടുത്തു നോക്കിയാലും കാണാൻ പറ്റും, ഓരോ സ്റ്റാൻസകളും 8 ലൈൻസ് ആണ്, 8 ലൈനുകളാണ് ഉള്ളത്. ഓക്കെ, the poet has used rhyme scheme. The rhyme scheme is A B A B E D E D except in the first stanza. In first stanza the rhyme scheme is A A A A B C B C. അതായത് ഫസ്റ്റ് സ്റ്റാൻസയിലെ റൈം സ്കീമും എന്താണ് ബാക്കിയുള്ള സ്റ്റാൻസയിലെ റൈം സ്കീമും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്, അത് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, അത് നോക്കി വെച്ചോളൂ നിങ്ങൾ. The poem is written in simple language. The mood is one of joy and optimism. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു പോയത്തിന്റെ മൂഡ് എന്ന് പറയുന്നത് ജോയ് ആൻഡ് ഓപ്റ്റിമിസം ആണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, the word if repeats many times. അതായത് if എന്ന് പറയുന്ന ഒരു വേർഡ് ഒരുപാട് പ്രാവശ്യം ഈ ഒരു പോയത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. The poet has used many figures of speech to beautify the poem such as personification, metaphor, symbol, etc. Okay, അപ്പൊ ഇതിൽ എന്താണ് ഒരുപാട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്, പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫോർ, സിംബോൾ, അങ്ങനെ പലതരത്തിലുള്ള പോയറ്റിക് ഡിവൈസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the poem brings many images to our mind.
കുറച്ചും കൂടി അധികം നിങ്ങൾക്ക് എന്താണ് കൂടുതലായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ് കേട്ടോ. ഞാൻ അങ്ങനെ കുറച്ച് പിക്ക് ചെയ്ത് തന്നതാണ്. കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ നിങ്ങൾക്ക് മിക്ക പോയത്തിന്റെ അപ്രീസിയേഷൻസിലും എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് ടു സക്സസ്ഫുൾ മാൻ വൺ ഷുഡ് ഹാവ് സം ഗുഡ് ക്വാളിറ്റീസ്. അതായത് പോയത്തിന്റെ മെയിൻ ആയിട്ടുള്ള വീണ്ടും ഒരു തീം എന്ന് പറയുന്നത് എന്താണ്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ത് വേണം, ഗുഡ് ക്വാളിറ്റീസ് വേണം എന്നുള്ളതാണ്. ഓക്കെ, ഇഫ് ഈസ് ആൻ എവർഗ്രീൻ പോയം ദാറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നെവർ ഫേഡ്, എവരിവൺ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ഓഫ് ദി പോയം. അതായത് ഈ ഒരു പോയം എപ്പോഴും എന്താണ്, ഭയങ്കര ഷൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു പോയാണ്. അത് മാത്രമല്ല എല്ലാവരും ഇതിന്റെ ഒരു മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ വേറെ അപ്രീസിയേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ആൻഡ് അപ്രീസിയേഷൻ ആണ്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് വരാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഇഫ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു അപ്രീസിയേഷൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ കുറച്ച് ടൈം തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.